بسم الله الرحمن الرحيم. ولو ترى إذ فزعوا فلا فوت وأخذوا من مكان قريب وقالوا آمنا به وأنى لهم التناوش من مكان بعيد وقد كفروا به من قبل ويقذفون بالغيب من مكان بعيد وحيل بينهم وبين ما يشتهون كما فعل بأشياعهم من قبل إنهم كانوا في شك مريب. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പദം 1490 ദിവസത്തിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. വിശുദ്ധ ഖുർആനിലെ 34-ാമത്തെ അധ്യായമായ സൂറത്ത് സബയിലെ 51 മുതൽ 54 വരെയുള്ള അവസാനത്തെ 4 ആയത്തുകളാണ് ഇന്ന് പഠനവിധേയമാക്കുന്നത്. ക്ലാസ് ആരംഭിക്കുന്നതിനായി ആദരണീയനായ ഡോക്ടർ AI വിലായത്തുള്ള സാഹിബിനെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ولو ترى إذ فزعوا فلا فوت وأخذوا من مكان قريب وقالوا آمنا به وأنى لهم التناوش من مكان بعيد وقد كفروا به من قبل ويقذفون بالغيب من مكان بعيد وحيل بينهم وبين ما يشتهون كما فعل بأشياعهم من قبل إنهم كانوا في شك مريب. صدق الله العلي العظيم. സൂറത്ത് സബയിലെ 51 മുതൽ 54 വരെയുള്ള ആയത്തുകളാണ് നമ്മൾ ഇന്ന് പഠന വിധേയമാക്കുന്നത്. ഈ 4 ആയത്തുകളോടെ സൂറത്ത് സബ അവസാനിക്കുകയാണ്. സൂറത്ത് സബന്റെ ഉപസംഹാരമായിട്ട് വരുന്ന വാക്യങ്ങളാണ് ഈ അവസാനത്തെ ആയത്തുകൾ. സത്യനിഷേധികളെ പരാമർശിച്ചുകൊണ്ട് അവര് വരാനിരിക്കുന്ന നാളുകളിൽ നേരിടാൻ പോകുന്ന സാഹചര്യം എന്താണ് എന്നത് വളരെ സംക്ഷിപ്തമായിട്ട് വിവരിക്കുകയാണ് അള്ളാഹു ഈ ആയത്തുകളിലായിട്ട്. അവരുടെ നിഷേധ നിലപാട് മുരടുറച്ച വിധത്തിൽ തുടരുകയാണ്. അവര് സത്യം കേൾക്കാനോ മനസ്സിലാക്കാനോ അതേക്കുറിച്ച് അല്പനേരം ആലോചിക്കാനോ പോലും സന്നദ്ധത കാണിക്കാത്ത ഒരു പൂർണ്ണമായും തിരസ്കരിക്കുന്ന, അതിനൊട്ടും ശ്രദ്ധ കൊടുക്കാത്തൊരു നിലപാടാണ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അതുകൊണ്ടൊന്നും അവർക്ക് യാതൊരു നിലക്കും ദീർഘകാലത്തേക്ക് അവരുടെ സൗഭാഗ്യങ്ങളുമായിട്ട് കഴിയാൻ സാധിക്കുകയില്ല. സത്യം സമാഗതമായി കഴിഞ്ഞിരിക്കുന്നു. ഇനി ബാത്തിലിന് മിഥ്യക്ക് ആടുക എന്നത് സാധ്യമല്ല. സത്യം അതിന്റെ സാന്നിധ്യം അറിയിച്ചുകൊണ്ടേയിരിക്കും. ബാത്തിലിന് വീണ്ടും രംഗം പിടിച്ചടക്കി ആവർത്തിച്ച് ശക്തി കാണിച്ചുകൊണ്ടിരിക്കാൻ, അതും ദീർഘകാലത്തേക്ക് ആ വിധത്തില് അടക്കി വാഴാൻ കഴിയുന്ന ഒരവസ്ഥ ഉണ്ടാവുകയില്ല. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിനെതിരിൽ ഉന്നയിക്കപ്പെട്ട ആക്ഷേപത്തിനോട് പ്രതികരിച്ചുകൊണ്ട് ഒരു കാര്യം പറയാൻ കൂടി നമ്മൾ
പഠന വിധേയമാക്കി കഴിഞ്ഞ ആയത്തുകളുടെ അവസാനത്തിലായിട്ട് അള്ളാഹു അദ്ദേഹത്തോട് ആവശ്യപ്പെടുകയും നിർദ്ദേശിക്കുകയൊക്കെ ചെയ്യുന്ന കാണാം. ഇൻ ലലൽതു ഫഇന്നമ അദില്ലു അലാ നഫ്സി. ഞാൻ പിഴച്ചു പോകുന്നുവെങ്കിൽ അത് എനിക്ക് തന്നെ ദോഷം വരുത്തുന്ന വിധത്തില് ഉള്ള ഒരു കാര്യമാണ്. അതിന്റെ ദോഷം ഏറ്റുവാങ്ങുന്നത് മുഖ്യമായിട്ടും ഞാൻ തന്നെയാണ്. വൈനിഹ്തദൈതു, ഇനി ഞാൻ സന്മാർഗിയായിട്ടുണ്ടെങ്കിൽ അത് ഫബിമാ യൂഹി ഇലയ്യ റബ്ബി, എന്റെ റബ്ബ് എനിക്ക് വെളിപാട് നൽകിയത് കാരണമാണ്. ഇന്നഹു സമീഉൻ ഖരീബ്, തീർച്ചയായിട്ടും എല്ലാം കേൾക്കുന്നവനും സമീപസ്ഥനായിട്ട് നിലകൊള്ളുന്നവനുമാണ് അള്ളാഹു എന്നാണ് അവിടെ പറഞ്ഞു വെക്കുകയുണ്ടായത്. അതിനുശേഷം നമ്മളിപ്പോ വായിച്ചു വെച്ചിട്ടുള്ള ഈ അവസാനത്തെ ആയത്തുകള് നിഷേധികൾ ഏതു വിധത്തിലുള്ള ഒരു പരിണിതിയാണ് അവരോട് താക്കീത് ചെയ്യപ്പെട്ട ആ അന്ത്യനാള് വന്നു ചേരുമ്പോൾ അവര് നേരിടേണ്ടി വരിക എന്നതാണ് ഇവിടെ വ്യക്തമാക്കപ്പെടുന്നത്. തുടക്കത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അഭിസംബോധന ചെയ്യുന്ന ഒരു ശൈലിയിലാണ് ആ വിവരണം തുടങ്ങുന്നത്. വലൗ തറ ഇത് ഫസിയോ, പ്രവാചകരെ അവര് സംഭ്രമചിത്തരായി ഉഴറുന്നത് താങ്കൾക്ക് കാണാൻ സാധിക്കുകയാണെങ്കിൽ, അവര് കടുത്ത പരിഭ്രമത്തിന്റെ പിടിയിൽ അമരുന്ന ഒരവസ്ഥ അന്ത്യനാള് സംജാതമാവുന്ന ആ ഘട്ടത്തിൽ അവര് നേരിടുന്ന അതിഭീകരമായ അങ്ങേയറ്റം സംഭ്രമജനകമായ അവര് ഉഴറിപ്പോകുന്ന ആ അനുഭവം അവർക്കുണ്ടാകുന്നത് താങ്കൾക്ക് കാണാൻ കഴിഞ്ഞുവെങ്കിൽ, വലൗത്തറ, താങ്കൾ കാണുന്നുവെങ്കിൽ, ഇത് ഫസിയോ, അവരെ ആ അന്ത്യനാളിന്റെ അന്ത്യനേരത്തിന്റെ പരിഭ്രമം, സംഭ്രമം, ഭീകരമായ അവസ്ഥ, ഭയപ്പാട്, ഇതൊക്കെ അവരെ പിടികൂടുന്ന ആ സന്ദർഭത്തില് അവരുടെ ആ വെപ്രാളപ്പെടൽ താങ്കൾക്ക് കാണാൻ സാധിക്കുകയാണെങ്കിൽ, ഫലാ ഫൗത്ത്, അന്നൊരു രക്ഷയുമില്ല, രക്ഷപ്പെട്ടു പോകാൻ ഒരു വഴിയും തുറന്നു കിടക്കുന്നുണ്ടാവില്ല. ആ പരിഭ്രമം കൊണ്ടോ ആ വെപ്രാളപ്പെടൽ കൊണ്ടോ സംഭ്രമചിത്തരായി അവരങ്ങനെ ഉഴറുന്നത് കൊണ്ടൊന്നും അവർക്ക് യാതൊരു രക്ഷയും ലഭിക്കാൻ പോകുന്നില്ല. പക്ഷെ അതൊരു കാണേണ്ട കാഴ്ച തന്നെയാണ്. അതിഭയങ്കരമായ ഭീതി ജനിപ്പിക്കുന്ന വിധത്തിലുള്ള ഒരു കാഴ്ചയാണത്. ആ സമയം, ആ ദൃശ്യം ഒന്ന് കാണാൻ താങ്കൾക്ക് സാധിക്കുകയാണെങ്കിൽ ഫലാ ഫൗത്ത്, ഒരു രക്ഷയും അതിൽ നിന്ന് ഉണ്ടാവുന്നതല്ല. അതിൽ നിന്ന് മുക്തി നേടാൻ കഴിയുന്ന വിധത്തിലുള്ള യാതൊരു രക്ഷാമാർഗവും അവർക്ക് കണ്ടെത്താൻ സാധിക്കില്ല. ഫലാ ഫൗത്ത് എന്നാണ് അള്ളാഹുവിടെ പറയുന്നത്. നോ എസ്കേപ്പ് എന്ന് പറയും ഇംഗ്ലീഷിൽ. അതിൽ നിന്നൊരു മുക്തിയുമില്ല. ആ വിധത്തില് വരിഞ്ഞു മുറുക്കപ്പെടുന്ന, ആ വിധത്തിൽ എല്ലാ ഭാഗത്തു നിന്നും വളഞ്ഞ് പിടിക്കപ്പെടുന്ന ഒരവസ്ഥ. ആ അവസ്ഥയിലൂടെ അവർ കടന്നു പോകുന്നത്, അവരുടെ ആ ഫസാൾ, അത് പ്രവാചകരെ താങ്കൾക്ക് കാണാൻ സാധിക്കുകയാണെങ്കിൽ എന്ന് മാത്രമാണ് അള്ളാഹു ഇവിടെ പറയുന്നത്. വഉഖിദൂ മിൻ മകാനിൻ ഖരീബ്, വളരെ അടുത്തൊരു ഇടത്ത് വെച്ച് അവർ പിടികൂടപ്പെടുകയും ചെയ്യുന്നു. പിടികൂടപ്പെടാൻ പോകുന്നതിന്റെ ആ തുടക്കത്തിലുള്ള അവസ്ഥയാണ് വലൗ തറ ഇത് ഫസിയോ എന്ന് പറയുന്നത്. ആ വാക്കുകളിൽ സജസ്റ്റ് ചെയ്യപ്പെടുന്നത് അതാണ്. വഉഖിദൂ മിൻ മകാനിൻ ഖരീബ്, ഒട്ടും വളരെയൊന്നും പോകാത്ത വളരെ അടുത്ത് തന്നെയുള്ള ഒരിടത്ത് വെച്ച് അവര് പിടികൂടപ്പെടുകയും ചെയ്യുകയാണ്. വഉഖിദൂ മിൻ മകാനിൻ ഖരീബ്, ആ ഒരു ചിത്രം നമ്മൾ പലപ്പോഴും ഭൗതിക ലോകത്ത് ഇത്തരം ആളുകളുടെ ജീവിതാന്ത്യത്തോട് അടുക്കുന്ന ഘട്ടത്തില്
നമുക്ക് നിരീക്ഷിച്ച് കാണാൻ സാധിച്ചു എന്ന് വരും. ജീവിതത്തിന്റെ സകല വെപ്രാളവും സകല പരിഭ്രമവും മനസ്സിന്റെ അതികഠിനമായ സംഘർഷവും ഒക്കെ അനുഭവിച്ചുകൊണ്ടാണ് അത്തരം ആളുകള് അവരുടെ അവസാന നാളുകൾ കഴിയുന്നുണ്ടാവുക. വളരെ സമീപസ്ഥമായ ഒരു ഘട്ടത്തിൽ തന്നെ അവർ പിടികൂടപ്പെടാൻ പോവുകയും ചെയ്യുന്നു. അപ്പൊ അവരുടെ ആ ഫസൾ എന്തുമാത്രം, അവർ അനുഭവിക്കുന്ന ആ സംഭ്രമം, പരിഭ്രമം, ആകെ ഉഴറിപ്പോകുന്ന ആ അനുഭവം എത്ര ഭീകരമാണ് എന്നത് താങ്കൾക്കൊന്ന് നേരിട്ട് കാണാൻ സാധിക്കുകയാണെങ്കിൽ. എന്നിട്ടോ വഉഖിദൂ മിൻ മക്കാനിൻ ഖരീബ്, വളരെ സമീപസ്ഥമായ ഒരു ഇടത്തിൽ വെച്ച് തന്നെ അവർ പിടികൂടപ്പെടുകയും ചെയ്യുന്നു. ഇതാണ് തുടർന്നുണ്ടാവുന്നത്. എന്നാൽ ആ പരിഭ്രമത്തിന്റെയോ സംഭ്രമജനകമായ ആ ഭീതി ജനിപ്പിക്കുന്ന അനുഭവത്തിന്റെയോ ആ വെപ്രാളപ്പെടൽ കൊണ്ട് അവർക്ക് എന്തെങ്കിലും കാര്യമുണ്ടോ? ഫലാഫൗട്ട്, ഒരു രക്ഷയുമില്ല അതിൽ നിന്ന്. അവർക്ക് അതിൽ നിന്ന് മുക്തി നേടാൻ ഒരു വഴിയും തുറന്നു കിടക്കുന്നുണ്ടാവില്ല. അവരിങ്ങനെ പറഞ്ഞു നോക്കുമ്പോ കാലു, അവര് ഈ വിധത്തില് മനസ്സുകൊണ്ടെങ്കിലും പറഞ്ഞു നോക്കും. ആമന്നാ ബിഹി, ഞങ്ങൾ അയാളിൽ വിശ്വസിച്ചിരിക്കുന്നു. അള്ളാഹുവിന്റെ പ്രവാചകനിൽ അദ്ദേഹം മുന്നോട്ട് വെച്ച ജീവിത ദർശനത്തിൽ ഞങ്ങൾ വിശ്വാസമുള്ളവരായിരിക്കുന്നു എന്ന് ഒന്നുകിൽ ഉറക്കെ പറഞ്ഞു എന്ന് വരാം, അതല്ലെങ്കിൽ അവര് മനസ്സിലെങ്കിലും അത് ആ വിധത്തിൽ പറഞ്ഞു പോകും. ഫിറഔൻ നേരിട്ട അതിഭീകരമായ അന്ത്യം വിശുദ്ധ ഖുർആൻ വിവരിക്കുന്നത് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളതാണ്. ചെങ്കടലിൽ മുങ്ങി മരിച്ചുകൊണ്ടിരിക്കുമ്പോൾ മൂസായുടെയും ഹാറൂന്റെയും ദൈവത്തിൽ ഞാൻ വിശ്വസിച്ചിരിക്കുന്നു എന്ന് ഖുർആൻ അത് പരാമർശിക്കുന്നുണ്ട്, ഫിറഔൻ വിളിച്ചു പറഞ്ഞതായിട്ട്. അപ്പോ ഇവിടെ ഈ നിഷേധികൾ ധിക്കാരപൂർവം വളരെ ബുദ്ധിരഹിതമായ, അതുപോലെ ആലോചനയില്ലാത്ത വിധത്തില് അള്ളാഹുവിന്റെ പ്രവാചകനെ തള്ളിക്കളഞ്ഞുകൊണ്ടുള്ള നിലപാട് സ്വീകരിച്ച ആളുകൾ ജീവിതാന്ത്യത്തോട് അടുക്കുന്ന ഘട്ടത്തില് അവരകപ്പെടുന്ന ആ പരിഭ്രമവും സംഭ്രമവും ഒക്കെ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിലാണ്, അല്ലെങ്കിൽ ആ ഘട്ടം പിന്നിട്ട് മരണത്തിന് കീഴടങ്ങിയ ഘട്ടത്തിലായിരിക്കാം ഒരുപക്ഷെ അവര് ഇങ്ങനെ പറയുന്നുണ്ടാവുക. വഖാലു ആമന്നാ ബിഹി, ഞങ്ങൾ അയാളിൽ വിശ്വസിച്ചിരിക്കുന്നു, ഞങ്ങൾക്ക് അയാളെ ബോധ്യമായി, ഞങ്ങൾക്ക് വിശ്വാസമായി എന്ന് വിളിച്ചു പറയുന്ന ഒരവസ്ഥ. വഅന്നാ ലഹുമുത് തനാവുശു മിൻ മകാനിൻ ബഈദ്. അപ്പൊ അള്ളാഹു അതിനോട് പ്രതികരിച്ചുകൊണ്ടൊരു ചോദ്യം ഉന്നയിക്കുകയാണ്. വഅന്നാ ലഹുമുത് തനാവുശു, അവർക്ക് എങ്ങനെ തിരികെ കിട്ടും, അവർക്ക് എങ്ങനെ സ്വീകരിക്കാൻ, കൈപ്പറ്റാൻ സാധിക്കും? മിൻ മക്കാനിൻ ബഈദ്, അവർ ഒരുപാട് അകന്നു പോയതിനു ശേഷം, സത്യത്തിൽ നിന്ന് ബഹുദൂരം അകന്നു പോയതിനു ശേഷം അവർക്ക് എങ്ങനെ സത്യം കരഗതമാക്കാൻ സാധിക്കും എന്നാണ് അള്ളാഹു ചോദിക്കുന്നത്. കുറെ അകന്നു പോയതിനു ശേഷം, നമ്മളിപ്പോ ഒരു ജിയോഗ്രഫിക്കലായിട്ട് അത് മാർക്ക് ചെയ്യുകയാണെങ്കിൽ സത്യം ലഭിക്കാൻ സാധ്യതയുള്ള ഒരു അവസാന പോയിന്റ് നമുക്ക് അടയാളപ്പെടുത്തുക എന്ന് വെക്കുക, ഒരു വര വരയ്ക്കുകയാണ്. അതിനപ്പുറത്തേക്ക് കടക്കുന്നവർക്ക് സത്യം കരഗതമാവാൻ ഒരു സാധ്യതയില്ല. അതുവരെയുള്ളവർക്ക് സത്യത്തിലേക്ക് എത്താൻ സാധിക്കും എന്ന വിധത്തിൽ ഒരു വര വരയ്ക്കുകയാണെങ്കിൽ, ആ വരയിൽ നിന്ന് മിഥ്യയിലേക്ക്, അയഥാർത്ഥമായ കാര്യങ്ങളിലേക്ക്, അടിസ്ഥാനരഹിതമായ സംഗതികളിലേക്ക് ഒരുപാട് ഒരാള് ഡീവിയേറ്റ് ചെയ്ത് പോയി, അകന്നകന്ന് പോയി എന്ന് വെക്കുക. അപ്പൊ ചോദ്യം ഇതാണ്, സത്യം പ്രാപിക്കാൻ കഴിയുന്ന ആ പോയിന്റിൽ നിന്ന് ഒരാള് ബഹുദൂരം അകന്നു പോയി കഴിഞ്ഞുവെങ്കിൽ പിന്നെ എങ്ങനെയാണ് അത് അയാൾക്ക് കരഗതമാക്കാൻ സാധിക്കുക എന്നതാണ്. വഅന്നാ ലഹുമുത് തനാവുശു, അവർക്കത് വീണ്ടും തിരികെ പിടിക്കാൻ, കയ്യില് ലഭിക്കാൻ, കരഗതമാക്കാൻ
എങ്ങനെ സാധിക്കും? തനാബുഷ് എങ്ങനെയാണ് സാധിക്കുക? കൈപ്പറ്റുക എന്നാണ് യഥാർത്ഥത്തിൽ ഈ പദം സൂചിപ്പിക്കുന്നത്. അവർക്കത് കൈപ്പറ്റാൻ എങ്ങനെ സാധിക്കും? മിം മക്കാനിൻ ബഈദ്, അതിവിദൂരമായ ഒരിടത്തിലേക്ക് അവര് ഡ്രിഫ്റ്റ് ചെയ്ത് പോയി കഴിഞ്ഞതിന് ശേഷം അതെങ്ങനെ സാധിക്കും? ഇതാണ് ചോദ്യം. വഖദ് കഫറൂ ബിഹി മിൻ ഖബൽ, വളരെ കാലം മുമ്പ് തന്നെ അവര് നിഷേധത്തിന്റെ വഴിയിലേക്ക് നീങ്ങിയതാണല്ലോ. വഖദ് കഫറൂ ബിഹി, അദ്ദേഹത്തെ അവര് നിഷേധിക്കുകയും തള്ളിക്കളയുകയും ചെയ്തിട്ടുള്ളതാണ്. എപ്പോഴാണത്? മിൻ ഖബൽ, വളരെ പണ്ട് തന്നെ, വളരെ മുന്നേ തന്നെ. അപ്പൊ അത്രയും കാലം അവര് സത്യമാർഗത്തിൽ നിന്ന് ബഹുദൂരമായിട്ട് അകലുകയായിരുന്നു. കാരണം അവര് നിഷേധം ഇന്ന് തുടങ്ങിയതോ ഇന്നലെ തുടങ്ങിയതോ ഒന്നുമല്ല. അവര് വളരെ മുന്നേ തന്നെ നിഷേധികളായി മാറിയിട്ടുണ്ടായിരുന്നു. അതിനെ തുടർന്ന് അവര് സത്യത്തിൽ നിന്ന്, സത്യം കാണിച്ചു കൊടുക്കുന്ന പ്രവാചകനിൽ നിന്ന് ഒക്കെ ആയിട്ട് വളരെ വളരെ വളരെയേറെ അകന്നു പോയി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അവർക്ക് എങ്ങനെ ആ സത്യം കരഗതമാക്കാൻ സാധിക്കും? വഅന്നാ ലഹുമുത് തനാവുശു മിൻ മകാനിൻ ബഈദ്, അതിവിദൂരമായ ഒരു ഇടത്തേക്ക് അവര് അകന്നു പോയി കഴിഞ്ഞതിന് ശേഷം എങ്ങനെ ആ സത്യം അവർക്ക് കൈപ്പിടിയിൽ സ്വീകരിക്കാൻ സാധിക്കും എന്നതാണ് ചോദ്യം. കാരണം വഖദ് കഫറൂ ബിഹി മിൻ ഖബൽ, അവര് വളരെ മുന്നേ തന്നെ നിഷേധികളായി മാറിയിട്ടുണ്ടായിരുന്നു. തുടർന്ന് അള്ളാഹു പറയുന്നത് വയഖ്ദിഫൂന ബിൽ ഗൈബി മിൻ മകാനിൻ ബഈദ്, അതിൽ പരിമിതമായിരുന്നില്ല അവരുടെ കുറ്റകൃത്യങ്ങൾ. സത്യത്തെ നിഷേധിച്ചു, സത്യത്തിന്റെ സാധ്യതയുള്ള ഇടങ്ങളിൽ നിന്ന് ബഹുദൂരം അകന്നുപോയി എന്നത് മാത്രമല്ല, കൂടാതെ അവര് വയഖ്ദിഫൂന ബിൽ ഗൈബ്, അദൃശ്യ കാര്യങ്ങൾ അവരങ്ങനെ അടിച്ചു വീശുമായിരുന്നു. അവർക്ക് അറിയാനോ മനസ്സിലാക്കാനോ കഴിയാത്ത അദൃശ്യതയിൽ ഉള്ള കാര്യങ്ങൾ അവര് എല്ലാം അറിയുന്ന ആളുകളാണ് എന്ന നിലക്ക് വളരെ ആവേശത്തോടു കൂടി പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു അതിനെക്കുറിച്ച്. അള്ളാഹുവിനെ നിഷേധിക്കുന്നു. ഒന്നാമത്, അവർക്ക് വല്ലതും അറിയുമായിരുന്നോ അള്ളാഹുവിനെ കുറിച്ച്? അദൃശ്യതയിലാണ്, പക്ഷെ അവർ തോന്നിയതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു. അള്ളാഹുവിന്റെ പ്രവാചകന് വെളിപാടുകൾ കിട്ടിക്കൊണ്ടിരുന്നതിനെ അവർ നിഷേധിക്കുകയായിരുന്നു. അത് ഗൈബിൽപ്പെട്ട കാര്യം തന്നെയാണ് അവരെ സംബന്ധിച്ചിടത്തോളം. അവര് കാണുന്നില്ല, പക്ഷെ ലക്ഷണങ്ങളും തെളിവുകളും അവരുടെ മുന്നിൽ ഹാജരാക്കപ്പെടുന്നുണ്ട്. എന്നിട്ടും അവര് അതിനെ നിഷേധിക്കുകയും പല വ്യാജ ആരോപണങ്ങൾ നടത്തുകയും ചെയ്യുകയായിരുന്നു. യഖ്ദിഫൂന എന്ന് പറഞ്ഞാൽ അങ്ങനെയും ഒരു അർത്ഥമുണ്ട്. വ്യാജമായി ആരോപണങ്ങൾ ഉന്നയിക്കുക, വ്യാജ ആരോപണം, സ്കാൻഡൽ പരത്തുക. അപ്പോ അദൃശ്യമായി നിലകൊള്ളുന്ന കാര്യങ്ങളെ സംബന്ധിച്ച് അവര് വ്യാജമായ ആക്ഷേപങ്ങളും ആരോപണങ്ങളും ഒക്കെ ഉന്നയിക്കുകയും ചെയ്യുമായിരുന്നു. അവർക്കറിയോ അള്ളാഹുവിന്റെ പ്രവാചകന് വഹി ലഭിക്കുന്നുണ്ടോ ഇല്ലേ എന്ന കാര്യം? ഇല്ല എന്ന് പറയാൻ എന്ത് തെളിവുണ്ട് അവരുടെ അടുക്കല്? ഉണ്ട് എന്ന് പറയുന്നവർക്ക് ധാരാളം തെളിവുകൾ മുന്നോട്ട് വെക്കാനുണ്ട്. എന്നാൽ ഇല്ല എന്ന് പറയുന്നവരെ സംബന്ധിച്ചിടത്തോളം അവര് എന്ത് വസ്തുതാപരമായ പരിശോധനയുടെ അടിസ്ഥാനത്തിലാണ് അവർക്ക് അത് പറയാൻ സാധിക്കുന്നത്? ഒരിക്കലും തന്നെ അവർക്ക് തറപ്പിച്ച് പറയാൻ കഴിയില്ല. പരമാവധി ഏറ്റവും കൂടിയാൽ ഞങ്ങൾക്കറിയില്ല, ഞങ്ങൾക്ക് അറിയുന്നിടത്തോളം എന്നൊക്കെ വെച്ചുകൊണ്ടേ പറയാൻ പറ്റുള്ളൂ. അപ്പൊ ഈ ആളുകള് ഇങ്ങനെ ബഹുദൂരം അകന്നു പോയിരിക്കുകയാണ്. അവര് നേരത്തെ തന്നെ അവിശ്വാസത്തിന്റെ മാർഗത്തിലേക്ക് നീങ്ങിയവരാണ്. കൂടാതെ ബിൽ ഗൈബി മിൻ മകാനിൻ ബഈദ്, വളരെ വിദൂരമായി അകന്ന ആ അവസ്ഥയിൽ നിന്നുകൊണ്ട് തന്നെ അവര് പല വ്യാജ ആരോപണങ്ങളും എറിഞ്ഞു പിടിപ്പിക്കുകയായിരുന്നു. എന്തൊക്കെ വ്യാജമായ കാര്യങ്ങളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചും അള്ളാഹുവിന്റെ ദീനിനെ കുറിച്ചൊക്കെ അവർ പറഞ്ഞുകൊണ്ടിരുന്നത്. അയാൾക്ക് വട്ടാണ്, അയാള് കവിയാണ്, അയാള് സിഹർ ചെയ്യുന്നവനാണ്, അങ്ങനെ തുടങ്ങിയിട്ടുള്ള വ്യാജമായ ആരോപണങ്ങള് അകലേ മാറി നിന്നുകൊണ്ട് അതിവിദൂരമായ ഇടങ്ങളിലേക്ക് തെന്നി മാറിപ്പോയിക്കൊണ്ട് അവര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് എതിരെ ഉന്നയിക്കുമായിരുന്നു.
ഇത് അവർ ചെയ്തുകൊണ്ടിരുന്ന വേറൊരു അക്രമമാണ്. സത്യത്തെ നിഷേധിച്ചതിന് പുറമെ അവര് ചെയ്തുകൊണ്ടിരുന്നത് ഇങ്ങനെയുള്ള അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിക്കുക എന്നതായിരുന്നു. അതുകൂടി ഈ കുറ്റകൃത്യം കൂടി ചെയ്തുകൊണ്ടിരുന്ന അവർക്ക് എങ്ങനെ സത്യം കരഗതമാവും എന്നാണ് അള്ളാഹു ചോദിക്കുന്നത്. സത്യം കരഗതമാവാനുള്ള അവസരം കഴിഞ്ഞു. ഇനി അവർക്ക് അതിന് എന്ത് അർഹതയുണ്ട് എന്നതാണ് വിഷയം. അവർക്കത് ലഭിക്കാൻ, സത്യം കരഗതമാവാനുള്ള എന്ത് അർഹതയാണ് അവർക്കുള്ളത്? അവര് പണ്ടെന്നോ നിഷേധികളായി മാറിയിരുന്നു. മാത്രവുമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും ദീനിനും ഒക്കെ എതിരിൽ വ്യാജമായ അടിസ്ഥാനരഹിതമായ ആക്ഷേപങ്ങളും ആരോപണങ്ങളും ഒക്കെ നിരന്തരം ഉന്നയിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുകയായിരുന്നു അവര്. അപ്പോ വഖദ് കഫറൂ ബിഹി മിൻ ഖബ്ലു വയഖ്ദിഫൂന ബിൽ ഗൈബി മിൻ മകാനിൻ ബഈദ്. എന്നിട്ട് തുടർന്ന് എന്തുണ്ടാവും പോണ് എന്നതാണ് ഈ അവസാന ആയത്തിൽ അള്ളാഹു വ്യക്തമാക്കുന്നത്. വഹീല ബൈനഹും വബൈന മാ യശ്തഹൂൻ. ഇതാണ് സംഭവിക്കാൻ പോകുന്നത്. അവര് കൊതിക്കുന്ന കാര്യത്തിനിടക്ക്, അവർക്കും അവര് കൊതിച്ചുകൊണ്ടിരിക്കുന്ന സംഗതിക്കും ഇടക്ക് ഒരു വലിയ തടസ്സം വന്നു ചേരുന്നു എന്നാണ് അള്ളാഹു പറയുന്നത്. അവർക്കും അവർ കൊതിച്ചുകൊണ്ടിരിക്കുന്ന സംഗതിക്കും ഇടയിലായിട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? അവര് നരകം കൺമുന്നിൽ കണ്ട ആളുകളാണ്. സ്വർഗം അതിനെക്കുറിച്ച് അവർക്ക് അതിന്റെ സാന്നിധ്യം അറിയാൻ കഴിഞ്ഞവരാണ്. ആ അവസ്ഥയിൽ അവർ വിളിച്ചു പറയാ, ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു, ഞങ്ങള് അയാളിൽ വിശ്വാസമുള്ളവരായിട്ടുണ്ട് എന്ന് ഏറ്റുപറയാണല്ലോ. അപ്പൊ അവരുടെ മനസ്സിലുണ്ടായിരുന്ന കൊതി എന്തായിരുന്നു? അതാണ് ഇവിടെ അള്ളാഹു സൂചിപ്പിക്കുന്നത്. നരകത്തിൽ നിന്ന് ബഹുദൂരം അകലെയാവണമെന്നും സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ സാധിക്കണം എന്നതുമാണ് അവരുടെ കൊതി, അവരാഗ്രഹിക്കുന്ന കാര്യം. അതുകൊണ്ടാണല്ലോ ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു എന്ന് അവർ വിളിച്ചു പറയുന്നത്. ഈ ഒരു അവസ്ഥ, ആ ഒരു ഘട്ടത്തിൽ എന്താണ് തുടർന്ന് സംഭവിക്കുന്നത്? വഹീല ബൈനഹും വബൈന മാ യശ്തഹൂൻ. അവരെന്താണോ കൊതിച്ചുകൊണ്ടിരുന്നത്, എന്താണോ ആഗ്രഹിച്ചുകൊണ്ടിരുന്നത്, അതിനും അവർക്കും ഇടയിലായി വലിയൊരു വന്മതിൽ വന്നു ചേരുകയാണ്. വലിയൊരു മറ, ഒരു തടസ്സം വന്നു ചേരുകയാണ്. പിന്നീട് അവർക്ക് അതിനപ്പുറത്തുള്ള, ആ തടസ്സത്തിനപ്പുറത്തുള്ള അവർ കൊതിച്ചുകൊണ്ടിരുന്ന ലക്ഷ്യത്തിലെത്താൻ അത് സ്വപ്നം കാണാൻ പോലും പറ്റാത്തൊരവസ്ഥയായി മാറും. അപ്പൊ അവര് സ്വർഗത്തിന്റെ സാന്നിധ്യം അറിഞ്ഞു, നരകം ഒരു യാഥാർത്ഥ്യമാണെന്ന് ബോധ്യപ്പെട്ടു. അള്ളാഹുവിന്റെ മുന്നിൽ അവർ ഉറക്കെ വിളിച്ചു പറയുകയാണ്, ഞങ്ങൾ അയാളിൽ വിശ്വസിച്ചിരിക്കുന്നു, ഞങ്ങൾക്ക് വിശ്വാസമായിരിക്കുന്നു എന്ന് വിളിച്ചു പറയുകയാണ്. പക്ഷെ ദീർഘമായ കാലം അള്ളാഹു അവർക്ക് അനുവദിച്ചത് അത്രയും ഉപയോഗപ്പെടുത്താതെ, പ്രയോജനപ്പെടുത്താതെ അവിശ്വാസത്തിൽ കഴിഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും വിശ്വാസികൾക്കും എതിരെ വലിയ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളും ആക്ഷേപങ്ങളും ഒക്കെ ഉന്നയിക്കുകയും അവരുടെ മുന്നിൽ വലിയ തടസ്സങ്ങൾ ഉണ്ടാക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരുന്ന ഈ ആളുകൾ എങ്ങനെയാണ് അവർക്ക് സത്യം കരഗതമാകാൻ സാധിക്കുക? വിശ്വാസികളായി മാറാൻ അവർക്ക് എങ്ങനെ സാധിക്കും? അവര് ബഹുദൂരം അകന്നു പോയി കഴിഞ്ഞതാണല്ലോ. മാത്രവുമല്ല, ഈ ദ്രോഹങ്ങളൊക്കെ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ആ ഒരു അവസ്ഥയിൽ അവർക്ക് ഒരിക്കലും തന്നെ അങ്ങനെ ഒരു പ്രതീക്ഷ വെച്ചു പുലർത്തുന്നതിന് യാതൊരു കാര്യവുമില്ല, പ്രയോജനവുമില്ല. വൈകാതെ തന്നെ സംഭവിക്കാൻ പോകുന്നത് അവർക്കും അവർ കൊതിച്ചുകൊണ്ടിരുന്ന സംഗതിക്കും ഇടയിലായി വലിയൊരു തടസ്സം വന്നു ചേരുക എന്നതാണ്. പിന്നെ അവർക്ക് അപ്പുറത്തേക്ക് കാണാൻ കഴിയില്ല, അപ്പുറത്ത് നടക്കുന്നത് എന്താണെന്ന് അറിയാൻ കഴിയുന്നില്ല. അവർക്ക് അതിനെ കൊതിക്കാൻ വേണ്ടി, അതിനെ മോഹിക്കാൻ വേണ്ടിയുള്ള ഒരു സൗകര്യം പോലും ഇല്ലാത്തൊരവസ്ഥയിലേക്ക് അവര് തള്ളിയിടപ്പെടുകയാണ്. വഹീല ബൈനഹും വബൈന മാ യശ്തഹൂൻ. അവർ കൊതിച്ചുകൊണ്ടിരുന്നതിനും അവർക്കും ഇടയിൽ ഒരു വലിയ തടസ്സം സംഭവിക്കുന്നു, വന്നു ചേരുന്നു. ഇത് അവരുടെ മാത്രം കാര്യം അല്ല. കമാ ഫുഇല ബി അശ്യാഇഹിം മിൻ ഖബ്ൽ. ഇവർക്ക് മുമ്പ് ഇവരെ പോലെയുള്ള ചില സംഘങ്ങൾ കഴിഞ്ഞു പോയിട്ടുണ്ടല്ലോ. അവരുടെ കാര്യത്തില്
എന്ത് നടപടിയാണോ സ്വീകരിക്കപ്പെട്ടത് അതുപോലെ അത് തന്നെ എന്നാണ് അള്ളാഹു പറയുന്നത്. കമാ അഫുഇല, എന്താണോ ചെയ്തിരുന്നത്, സ്വീകരിക്കപ്പെട്ടിരുന്നത്, ബി അഷിയാഇഹിം, ഇവരുടെ ഷിയത്തുകളുടെ കാര്യത്തിൽ. അപ്പോ സത്യനിഷേധികളുടേത് ഒരൊറ്റ ഷിയത്തല്ല, ഒരുപാട് ഷിയത്തുകളാണ്. എല്ലാ കാലങ്ങളിലും പല സംഘങ്ങളാണ് അവർ. പല വേദികളും പല രംഗങ്ങളും പല മേഖലകളും ആയിട്ട് അവരങ്ങനെ വാണുകൊണ്ടിരിക്കുകയായിരുന്നു. പല സംഘങ്ങളായിട്ടാണ്, പല ഷിയത്തുകള്. ഷിയാത്ത് എന്ന് പറഞ്ഞാല് കക്ഷി എന്നാണ് അർത്ഥം. നമ്മൾ ഷിയ എന്നൊക്കെ പറയുന്ന കാര്യം ഇത് തന്നെയാണ്. അപ്പോ ഇവരുടേതുപോലെയുള്ള വേറെയും സംഘങ്ങൾ മുമ്പ് കഴിഞ്ഞു പോയിട്ടുണ്ട്. ഇവരുടെ സമകാലികരും ഉണ്ട്, ഇവർക്ക് ശേഷം വരുന്നവരും ഉണ്ട്. അപ്പോ അള്ളാഹു അവരെയൊക്കെ പരാമർശിച്ചുകൊണ്ട് പറയുന്നത് കമാ ഫുഇല ബി അശ്യാഇഹിം, ഇവരുടെ ഷിയത്തുകളെ പോലെ തന്നെ ഇവരും ചെയ്യപ്പെടും. ഇവരുടെ കാര്യത്തിലും നടപടി സ്വീകരിക്കപ്പെടാൻ പോകുന്നത് ഇവരെ പോലെയുള്ളവരുടെ കാര്യത്തിൽ നേരത്തെ എന്ത് നടപടിയാണോ സ്വീകരിക്കപ്പെടുകയുണ്ടായത് അതേ വിധത്തിൽ തന്നെ. ഇന്നഹും കാനൂ ഫീ ശക്കിൻ മുരീബ്, അവര് തീർത്തും ബേസ്ലെസ് ആയ അടിസ്ഥാനരഹിതമായ സന്ദേഹത്തിലായിരുന്നു എന്നാണ്, സംശയത്തിലായിരുന്നു അവര് എന്നാണ് അള്ളാഹു ഇവിടെ പറയുന്നത്. വിശ്വാസത്തിന്റെ ദാർഢ്യത, വിശ്വാസത്തിന്റെ ഉറച്ച പ്രതലം അതൊരിക്കലും അവർക്ക് അനുഭവിക്കാൻ സാധിച്ചിട്ടില്ല. ഒരിക്കലും തന്നെ അവരുടെ നിലപാട് തറ ഒരു ഉറപ്പുള്ള ദൃഢമായ ഒരു പ്രതലമായിരുന്നില്ല. അവര് പല നിലപാടുകളും കൊണ്ട് നടന്നിരുന്നു, പല വിശ്വാസങ്ങളും പല ആദർശങ്ങളും പല ആശയങ്ങളും ഒക്കെ അവര് ചുമന്നുകൊണ്ട് നടന്നിട്ടുണ്ടായിരുന്നു. ഭൗതിക ലോകത്ത് അവർ ജീവിച്ചിരുന്ന കാലത്ത് പല ഇസങ്ങളും അവര് പിൻപറ്റിക്കൊണ്ടിരുന്നു. പല ജീവിത ദർശനങ്ങളുടെ ആളുകളുമായിട്ടാണ് അവര് കഴിഞ്ഞിരുന്നത്. പക്ഷെ അവർക്ക് വല്ല ഉറപ്പുണ്ടായിരുന്നോ അവര് കൊണ്ടു നടക്കുന്ന ഈ ഇസങ്ങള് സത്യത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ളതാണ്, ഉറച്ച പ്രതലത്തിലാണ് അതുള്ളത്, ഒരിക്കലും തന്നെ അബദ്ധമാവുകയില്ല എന്ന വിധത്തിൽ പറയാൻ കഴിയുന്ന വല്ല ദൃഢമായ പ്രതലത്തിലും പ്രതിഷ്ഠിക്കപ്പെട്ടതായിരുന്നോ അവരുടെ നിലപാടുകള്, വിശ്വാസങ്ങള്, ആശയങ്ങള്, ആദർശങ്ങളും ഒക്കെ തന്നെ? ഒരിക്കലുമായിരുന്നില്ല. തീർത്തും സംശയാസ്പദമായിരുന്ന, യാതൊരു ദൃഢതയോ അല്ലെങ്കിൽ എന്തെങ്കിലും നിലക്കുള്ള ഉറപ്പോ ഉള്ളതായിരുന്നില്ല അതൊന്നും തന്നെ. പല വിശ്വാസത്തിന്റെയും ആളുകളായിട്ട് അവര് സ്വയം അത് ഉയർത്തിപ്പിടിച്ച് കാണിച്ചുകൊണ്ട് ഇങ്ങനെ നടക്കുകയാണല്ലോ. പക്ഷെ ആ സംഗതിയുടെ സ്വീകാര്യത എത്രത്തോളം ഉറപ്പുള്ളതാണ് എന്നത് അവര് പരിശോധിച്ചിട്ടുണ്ടോ? ഒന്നോ രണ്ടോ സ്റ്റെപ്പ് അവര് പുറകിലോട്ടങ്ങ് കാലെടുത്ത് കഴിഞ്ഞാൽ പിന്നെ അവര് വലിയ കയത്തിലേക്ക് ചെന്ന് ചാടിപ്പോകുന്ന അവസ്ഥയാണുള്ളത്. ഒരിക്കലും തന്നെ ദൃഢമായ ഒരു പ്രതലത്തിലായിരുന്നില്ല, ശരിയായ അടിത്തറയിലുള്ള ഒരു വിശ്വാസമായിരുന്നില്ല അവര് കൊണ്ടു നടന്നിരുന്നത്. കൊണ്ടുപോകുന്ന കാലാണ്ടു പോകുന്ന വിധത്തില് തീരെ ദൃഢതയുള്ള ഒരു പ്രതലമായിരുന്നില്ല അവര് നിന്നിരുന്ന പ്രതലം. ഇതാണ് അവരുടെ അവസ്ഥ. അള്ളാഹു സത്യവിശ്വാസത്തിന്റെ മാർഗം പിൻപറ്റുന്ന ആളുകളുടെ നിലപാട് അവർ ഉറപ്പിച്ചിരിക്കുന്നത് എത്ര ദൃഢമായ പ്രതലത്തിലാണ്, സത്യനിഷേധം ചെയ്യുന്ന ആളുകളുടെ നിലപാട് എത്ര ആശ്രയിക്കാൻ കൊള്ളാത്ത പ്രതലത്തിലാണ് എന്നതാണ് ചൂണ്ടിക്കാണിക്കുന്നത്. സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം യുക്തിഭദ്രമായ, ഏറ്റവും യുക്തിക്കും ബുദ്ധിക്കും അന്വേഷണത്തിനുമൊക്കെ ബോധ്യപ്പെടുന്ന വിധത്തിലുള്ള ഒരു പ്രതലത്തിലാണ് തൗഹീദിന്റെ വിശ്വാസം, ഏകദൈവത്വത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള വിശ്വാസവും ദർശനവും ഒക്കെ രൂപകൽപ്പന ചെയ്യപ്പെട്ടിട്ടുള്ളത്. എന്നാൽ അതിന് വിരുദ്ധമായി മനുഷ്യര് പിൻപറ്റുന്ന പല വിശ്വാസധാരകളും ജീവിത വഴികളും ഒക്കെ ഉണ്ട്. അതൊക്കെയും തന്നെ അടിസ്ഥാനരഹിതമായതാണ്. സംശയങ്ങൾ മാത്രം അല്ലെങ്കിൽ ഊഹങ്ങൾ മാത്രം അടിസ്ഥാനമാക്കിക്കൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയുന്ന കാര്യങ്ങളാണ് അതൊക്കെ. ഒരിക്കലും തന്നെ യുക്തിഭദ്രമായ ബോധ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ
അതുമായിട്ട് മുന്നോട്ട് പോകാൻ സാധ്യമല്ല. അത് ബഹുദൈവത്വത്തിന്റെ കാര്യമായാലും നിരീശ്വരത്വത്തിന്റെ കാര്യമായാലും സന്ദേഹവാദത്തിന്റെ കാര്യമായാലും ഭൗതികവാദത്തിന്റെ കാര്യമായാലും ഇതൊക്കെയും തന്നെ സംശയാസ്പദമായ ദൃഢബോധ്യം ഒരിക്കലും തരാത്ത വിധത്തിലുള്ള അടിത്തറയിലാണ് അതൊക്കെ പടുത്തു ഉയർത്തപ്പെട്ടിട്ടുള്ളത്. അപ്പൊ ഈ ആളുകള് നിലകൊള്ളുന്നത് ഈ ഒരു അവസ്ഥയിലാണ്. അപ്പം അത്തരം ആളുകളുടെ കാര്യത്തിൽ അള്ളാഹു പറയുന്ന വഹീല ബൈനഹും വബൈനമായഷ്തഹൂൻ, അവർക്കും അവരിപ്പോ കൊതിച്ചുകൊണ്ടിരിക്കുന്ന സ്വർഗലബ്ധി ഉണ്ടല്ലോ അതിനുമിടയിലായിട്ട് അവർക്കിടയിൽ വലിയൊരു മറ വന്ന് നിലകൊള്ളുകയാണ്. ആ തടസ്സം, ആ മറ നീക്കിക്കൊണ്ട് അപ്പുറത്തേക്ക് കടക്കുക അവരെ സംബന്ധിച്ചിടത്തോളം സാധ്യമല്ല. ഇത് ഇവരുടെ മാത്രം അനുഭവമല്ല, ഇത് കമാ ഫുഇല ബി അശ്യാഇഹിം മിൻ ഖബൽ, ഇവർക്ക് മുമ്പുള്ള പല സംഘങ്ങളുടെയും പല കക്ഷികളുടെയും അനുഭവം, അവർ ഏറ്റുവാങ്ങിയിട്ടുണ്ടായിരുന്ന ട്രീറ്റ്മെന്റ് ഇത് തന്നെയായിരുന്നു. അപ്പോ പൂർവികരായ പല സംഘങ്ങൾക്കും ഉണ്ടായ അനുഭവം എന്താണോ അത് തന്നെയാണ് ഇവർക്കും അനുഭവിക്കാൻ മുന്നിലെത്തുന്നത്. ഇന്നഹും കാനു ഫീ ശക്കിൻ മുരീബ്, അവർ തീർച്ചയായിട്ടും അടിസ്ഥാനരഹിതമായ ഭദ്രതയില്ലാത്ത പല സന്ദേഹങ്ങളുടെയും അടിത്തറയിലാണ് അവരുടെ നിലപാടുകൾ രൂപപ്പെടുത്തിയിരുന്നത്. തീർച്ചയായും ഇന്നഹും കാനു ഫീ ശക്കിൻ, അവര് സംശയത്തിലായിരുന്നു. മുരീബ്, അടിസ്ഥാനരഹിതമായ അല്ലെങ്കിൽ ദൃഢബോധ്യം നൽകാത്ത, സന്ദേഹം ജനിപ്പിക്കുന്ന വിധത്തിലുള്ള പല സംശയങ്ങളിൽ തന്നെയായിരുന്നു അവര്. ശക്ക് എന്ന് പറഞ്ഞാലും റൈബ് എന്ന് പറഞ്ഞാലും സംശയം തന്നെയാണ്. റൈബ് എന്ന വാക്കിൽ നിന്നാണ് ഈ മുരീബ് എന്ന വാക്ക് വരുന്നത്. അപ്പോ ഇവരെ സംബന്ധിച്ചിടത്തോളം അവർ ശക്കിലായിരുന്നു, റൈബിലായിരുന്നു. ഇതാണ് അവരുടെ അവസ്ഥ. എന്ന് പറഞ്ഞാൽ അവരുടെ വിശ്വാസം പ്രതിഷ്ഠിക്കപ്പെട്ടിരുന്ന പ്രതലം ഒട്ടും തന്നെ ദൃഢതയുള്ള, ഭദ്രതയുള്ള, യുക്തിബോധമുള്ള ഒരു സംഗതി ആയിരുന്നില്ല. മറിച്ച് സംശയങ്ങള്, അടിസ്ഥാനരഹിതമായ വിധത്തിലുള്ള പല തോന്നലുകള്, ആശയങ്ങള്, ഇതിനെയൊക്കെ ആശ്രയിച്ചുകൊണ്ടാണ് അവരുടെ ദർശനം രൂപപ്പെടുത്തിയിരുന്നത്. ഇതായിരുന്നു അവരുടെ യഥാർത്ഥ അവസ്ഥ. അങ്ങനെയുള്ള ആളുകള് എന്ത് ട്രീറ്റ്മെന്റ് ആണോ അള്ളാഹുവിന്റെ അടുക്കൽ ഏറ്റുവാങ്ങാൻ പോകുന്നത് അതേ വിധത്തിൽ തന്നെയാണ് ഈ കൂട്ടരും നടപടികൾ ഏറ്റുവാങ്ങാൻ പോകുന്നത്. അവര് മോഹിച്ചുകൊണ്ടിരിക്കുന്ന സ്വർഗത്തിനും അവര് നിലകൊള്ളുന്ന ആ ഇടത്തിനും ഇടക്കായിട്ട് വലിയൊരു തടസ്സം അവരുടെ മുന്നിൽ വന്നു ചേരുകയാണ്. അതിനെ മറികടക്കുക അവർക്ക് സാധ്യമേ അല്ല. ഇതാണ് അള്ളാഹു ഈ സൂറത്തിന്റെ അവസാന ഭാഗത്ത് നിഷേധികൾ ഏറ്റുവാങ്ങാൻ പോകുന്ന പരിണിതിയെ പരാമർശിച്ചുകൊണ്ട് പറയുന്നത്. 54 ആയത്തുകളുള്ള മക്കയിൽ അവതരിച്ച സൂറത്താണ് നമ്മളിപ്പോ പഠനം പൂർത്തിയാക്കിയിട്ടുള്ള സൂറത്തു സബ. അപ്പൊ ഇത് സംബന്ധമായി ഇതിലെ പിന്നിട്ട പല ആയത്തുകളുമായി ഒക്കെ ബന്ധപ്പെട്ടുകൊണ്ടുള്ള പല സംശയങ്ങളും അതുപോലെ തന്നെ പ്രതികരണങ്ങളും ഒക്കെ നമുക്ക് കേൾക്കാനും മനസ്സിലാക്കാനും അല്ലെങ്കിൽ അത് സംബന്ധമായ പ്രതികരണങ്ങൾ നൽകാനും ഒക്കെയുള്ള അവസരമായിട്ട് നാളെയും മറ്റന്നാളും അങ്ങനെയുള്ള ഒരു കാര്യത്തിൽ നമുക്ക് വിനിയോഗിക്കാം എന്നാണ് വിചാരിക്കുന്നത്. ചില ചോദ്യങ്ങളൊക്കെ ഈ ക്ലാസ്സുകൾ നടക്കുന്നതിനിടയിലായിട്ട് ചാറ്റ് ബോക്സിലൊക്കെ ആയി അയച്ചു കിട്ടിയതും നേരിട്ട് അയച്ചു കിട്ടിയതും ഒക്കെ ആയിട്ട് നമ്മുടെ മുന്നിലുണ്ട്. അവ വെച്ച് തുടങ്ങാവുന്നതാണ്. കൂടുതൽ എന്തെങ്കിലുമൊക്കെ ശ്രദ്ധയിൽ കൊണ്ടുവരേണ്ടതായിട്ടുണ്ടെങ്കിൽ അതിനും ഈ അവസരം പ്രയോജനപ്പെടുത്താവുന്നതാണ് എന്ന് സൂചിപ്പിച്ചുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. വാഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ ഖുർആൻ പദം ഇവിടെ സമാപിക്കുന്നു. ഖുർആൻ പഠനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.